ലഞ്ച് ബോക്സിലേക്ക് ചോറ് കൊടുത്ത് വിടാത്തവരാണെങ്കിൽ അത് ഈ ഒരു സാധനമൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതോണം ഒന്ന് അടിച്ചെടുക്കണം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇത് 3ആണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസിനെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് 2 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മയണൈസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ വെച്ചിട്ട് ഇതുപോലെ തിന്നായിട്ട് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സും കൂടെ നടുവിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനത് റോൾ ചെയ്തെടുത്തത് ഇന്നസെൻറ്റ് ബിഗ് ബിയിൽ മുണ്ടെടുത്തതുപോലെ ആയിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ മമ്മൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ റോൾ ചെയ്ത് തന്നു, പാത്രത്തിലേക്ക് മാറ്റി. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർമെലൺ എടുത്തു. അതെടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും മതിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും അത് മാറ്റണ്ട, വെച്ച് ഞാൻ ഉച്ചയ്ക്ക് റോളിൻ്റെ കൂടെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വാട്ടർമെലനും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും ഡേറ്റ്സും കൂടെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ലഞ്ചും സ്നാക്സും ഒക്കെ.